പാഠം 395. ആടിനെ പട്ടിയാക്കുന്ന കാലം. അമ്മേ, ഒരു ചായ. ചായ? മോനോടെ ചായ കുടിച്ചല്ലേ ഉള്ളൂ? നല്ല തലവേദന, ഒരു ചായ കുടിച്ചാൽ മാറുമായിരിക്കും. ഇന്നലെ മഴ നനഞ്ഞെന്റെ വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലാവസ്ഥയില് അസുഖം വരാൻ വലിയ സമയമൊന്നും വേണ്ട. നമ്മളായിട്ട് കരുതിയാ കൊള്ളാം. ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? ആഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോ മഴ, കയ്യിലുണ്ടായിരുന്ന കുടയും ചൂടിയല്ലേ വന്നത്. അതിൽ കൂടുതൽ എങ്ങനെ സൂക്ഷിക്കുന്നത്? സാറേ, ഞാൻ പറഞ്ഞതങ്ങ് തിരിച്ചെടുത്തു. മോഹനയുടെ ചായ കിട്ടിയാ പോരെ ഇപ്പത്തെ. എനിക്കൊരു പനിയോ തലവേദനയോ വന്നിട്ടുണ്ടെങ്കിൽ ആര് ചായ ഉണ്ടാക്കി തരുമെന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. സത്യം പറഞ്ഞ ഈ ആണായിട്ട് ജനിക്കുന്നതിന് കുറച്ച് ഗുണമൊക്കെ ഉണ്ട് കേട്ടോ. നിനക്ക് സൗകര്യം ചായ ഉണ്ടാക്കിയാൽ മതി. അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഉള്ളൂ, അതിന് വില ദേഷ്യപ്പെടണോ? ചെറിയ ചൂടുണ്ടല്ലോ മോനട്ടാ. വല്ല പനിയാണോ ഇനി? പനിയൊന്നുമില്ല, നീ ആയിട്ട് പറഞ്ഞ് പനി ഉണ്ടാക്കായിരുന്നാ മതി. അപ്പോ ഞാൻ ഫോൺ എടുത്ത് ആരാണെന്ന് നോക്കി, അപ്പോഴേക്ക് ഞാൻ ചായ എടുത്തോണ്ട് വരാം. ചെല്ലേ. ഹലോ, അതെ സാർ, മോഹനകൃഷ്ണ. സഹദേവനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഒന്നുമില്ല സാർ, സാറിന് തോന്നിയായിരിക്കും. ഞാൻ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. ശരി സാർ, ഞാൻ ഓഫീസിൽ നിന്നിട്ട് വിളിക്കാം. തഹസിൽദാരെ വിളിച്ചത്. എന്റെ ശബ്ദം കേട്ടപ്പോ തഹസിൽദാർ ചോദിക്കുക, മോഹനകൃഷ്ണന്റെ ശബ്ദത്തിന് എന്ത് പറ്റി, അസുഖം വല്ലതുമാണോ എന്ന്. എന്നിട്ട് മോഹനേട്ടൻ എന്ത് പറഞ്ഞു? എനിക്കൊരു കുഴപ്പമില്ല, സാറിന് തോന്നുകയാണെന്ന് പറഞ്ഞു. തോന്നലൊന്നും അല്ല. അതെങ്ങനെയാ? കാര്യം പറഞ്ഞ മോഹനേട്ടൻ മനസ്സിലാവില്ലല്ലോ. അസുഖം വരുമ്പോ ബുദ്ധിയുള്ളവർ ആശുപത്രി പോവും, ബുദ്ധിയില്ലാത്തവർ ആ അസുഖം വെച്ചുകൊണ്ട് നടന്ന് വഷളാക്കി ഒടുവിൽ ആശുപത്രി പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ അസുഖം വഷളാക്കി എത്ര പ്രാവശ്യം ആശുപത്രി കിടന്നായി നിനക്കറിയാം? മോഹനേട്ടാ, ഇതുവരെ കിടന്നിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവാതെ നോക്കണമെന്നല്ലേ പറഞ്ഞത്. ഭാമേ, മനുഷ്യന്റെ ശരീരത്തില് എല്ലാ അസുഖങ്ങളെയും ചെറുക്കാനുള്ള പ്രതിരോധ ശേഷിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? മതി, ഇനി ഈ പ്രഭാഷണം ക്ഷമിക്കാനുള്ള പ്രതിരോധ ശേഷി എനിക്കില്ല. യാതൊരു കാരണവശാലും മോഹനേട്ടാ ആശുപത്രി പോകരുത്, മരുന്ന് കഴിക്കരുത്. കാരണം സകല ആശുപത്രിക്കാരും തട്ടിപ്പോകാരാണ്. കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ആ കൂടെ സ്ഥലം അടക്കാനോ നാട് നന്നാക്കാനോ ഒക്കെ ചെല്ല്. ഈ പോത്തിനോട് വേദമോതരുത് എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തില്. മനസ്സിലായി? മരിച്ചുപോയി എന്റെ അച്ഛനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ പൊന്നേ. നമസ്കാരം സാർ. നമസ്കാരം. ഉത്തരവ് രാവിലെ ചന്ദ്രൻകുട്ടിയുടെ സ്ഥലം അളക്കാൻ പോവാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് രാവിലെ സുഖമല്ല, നമുക്ക് വൈകിട്ട് പോവാം. എന്ത് പറ്റി സാറേ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എവിടെ ഇല്ലെന്ന് സാറ് പറഞ്ഞാൽ പറ്റൂലല്ലോ. സാറിനെ കണ്ട അറിയാം കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന്. മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. സാറേ, ഇക്കാലത്ത് ഇങ്ങനെ ക്ഷീണം ഉണ്ടായി ശ്രദ്ധിക്കണേ. എന്താണ് സംഭവം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റൂല. സാർ ഇന്നലെ എമനിയാന്ന മഴ അനഞ്ഞ? ഇന്നലെ ഓഫീസിൽ മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കുട ചൂടിയാണല്ലോ വന്നത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സാറേ. കാലം തെറ്റി മഴ പെയ്യുമ്പോ കുട പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ട വഴിയെ പോകുന്ന അസുഖം ഇങ്ങനെ കേറി പിടിച്ചു കളയും. ജലദോഷം ഉണ്ടല്ലേ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞ അങ്ങനെ എവിടെ ജലദോഷം ഉണ്ടെങ്കിൽ ഉടനെ ഡോക്ടറെ കാണണം സാറേ. ജലദോഷത്തിന് ഡോക്ടറെ കാണാനോ? സാറേ, ഈ ജലദോഷം എന്ന് പറയുന്ന സംഭവമേ വെറുതെ ഒരു ജലദോഷം തന്നെ ആയിരിക്കണമെന്നില്ല. നമ്മളതിനെ വെറും ഒരു ജലദോഷം അല്ലേ എന്ന് പറഞ്ഞു വിട്ടുകളയും. ഒടുവിൽ കാര്യം വഷളാവുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കൂ. ജലദോഷം വന്നാ എന്ത് വഷളാവന? അതൊക്കെ സാറ് വെറുതെ നിന്നിങ്ങനെ പറയാനേ പറ്റൂ. സാറിന് ബ്ലോക്ക് ഓഫീസിലെ മത്തായി സാറിനെ അറിയാലോ? മത്തായി സാർ ഭയങ്കര വിശ്വാസിയാണ്. അസുഖം വന്ന ആശുപത്രി പോവേണ്ട ഒരു കാര്യമില്ല, പ്രാർത്ഥിച്ചാൽ മതി മാറിക്കൊള്ളും എന്ന പക്ഷക്കാരനാണ് ഈ മത്തായി സാർ. ഒരു ദിവസം മത്തായി സാർ ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞു. പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോ ചെറിയൊരു ജലദോഷം.
ചെറിയൊരു തലവേദനയും പിന്നെ പനിയുടെ ചെറിയൊരു ലാഞ്ചനയും. ഇതൊന്നും വകവയ്ക്കാതെ മത്തായി സാർ ആഫീസിൽ ചെന്നപ്പോ BDO വേലായുധ സാർ പറഞ്ഞു, മത്തായി നീ പോയൊരു ഡോക്ടറെ കാണ് എന്ന്. മത്തായി സാറിന്റെ ഉള്ളിൽ കിടന്ന വിശ്വാസി സട കുടഞ്ഞെഴുന്നേറ്റു. രോഗമെന്ന് പറയുന്നത് ദൈവം തരുന്ന ശിക്ഷയാണ്, അത് മാറ്റേണ്ടത് മരുന്ന് കഴിച്ചല്ല, പ്രാർത്ഥന കൊണ്ടാണ് എന്ന് മത്തായി സാർ BDO വേലായുധ സാറിനോട് പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്ത് വീട്ടിൽ പോയിരുന്ന് ഒരേ പ്രാർത്ഥന. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തലവേദന കൊണ്ടങ്ങ് കൂടി, പനി തരക്കേടില്ലാതെ കൂടി, കൂട്ടത്തില് നെഞ്ചില് ദാണ്ട ഇവിടെ നീർക്കട്ട്. അയലോക്കത്ത് താമസിക്കുന്ന ജോണിക്കുട്ടി പറഞ്ഞു, മത്തായി സാറേ ആശുപത്രി പോ. മത്തായി സാറ് കേട്ടില്ല. മത്തായി സാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രാർത്ഥനയോട് പ്രാർത്ഥന. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ മത്തായി സാറിന് മിണ്ടാനും വയ്യ, നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, മുടിഞ്ഞ പനി. അയൽക്കാരെല്ലാരും കൂടി ബലമായി പിടിച്ച് ആശുപത്രി കൊണ്ടുപോയപ്പോ സംഭവം എന്താ? ന്യൂമോണിയ. 2 ആഴ്ച കിടന്ന ആശുപത്രിയില് അവര് കൊടുത്ത സകല മരുന്നും മൊത്തം കഴിച്ച് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇതിപ്പോ എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു തലവേദന അത്രേ ഉള്ളൂ. അതിപ്പോ സാറേ സംഭവം ന്യൂമോണിയയിലോട്ട് കടക്കാൻ അധികം നേരമൊന്നും വേണ്ട. ഇപ്പോഴത്തെ കാലമാണ്, നമുക്കൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ഉത്തമ, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ കുറിച്ച് ഉത്തമൻ അറിയാഞ്ഞിട്ടാണ്. സാറേ അതൊക്കെ വെറുതെ തർക്കിക്കാനുള്ള വിഷയം മാത്രമാണ്. എന്റെ അഭിപ്രായത്തില് സാർ ഇന്ന് ലീവ് എടുത്ത് ഡോക്ടറെ പോയി കാണണം. ഒരു ജലദോഷത്തിന്റെ പേരില് ലീവോ? ഞാൻ പറഞ്ഞില്ലേ സാറേ, ജലദോഷം ഇപ്പോഴ്, നാളെ ഇത് എന്തിലേക്കാവും എന്ന് പറയാൻ പറ്റൂലല്ലോ. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനിയല്ല സാറിന്റെ ഇഷ്ടം. പിന്നെ ചന്ദ്രകുട്ടിയുടെ സ്ഥലം അളക്കാൻ സാറ് 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സാറേ സ്ഥലം അളക്കാനേ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന്. ശരിയപ്പോ ശരി. ന്യൂമോണിയ ഉത്തമൻ ചുമ്മാ ആളെ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ഉത്തമൻ എന്തിനാ വന്നത്? ചന്ദ്രൻകുട്ടിയുടെ സ്ഥലം അളക്കുന്നതിന്റെ കാര്യം പറയാൻ വന്നതാ. ഇന്ന് രാവിലെ ചെല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ട് ചാടി ഇറങ്ങി പോയിരുന്നത്? ഇനി തലവേദനയും ജലദോഷം വെച്ചുകൊണ്ട് തല അളക്കുമ്പോൾ ശരിയാവില്ല, 2 ദിവസം കഴിയിട്ടെന്ന് പറഞ്ഞു. അതായത് മോഹനേട്ടന് തീരെ വയ്യ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ മോഹനേട്ടൻ ഉത്തമന്റെ കൂടെ അങ്ങ് പോവായിരുന്നല്ലോ. തലപ്പോയാലും വില്ലേജ് ഓഫീസർക്ക് വാക്കാണല്ലോ വലുത്. അതുകൊണ്ടല്ല മോഹനേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആശുപത്രി പോകാനും മരുന്ന് വാങ്ങാനും ഒക്കെ മടിയാണെങ്കിൽ ഒരു ദിവസത്തേക്കൊന്ന് ലീവ് എടുക്ക്. 1 ദിവസം മുഴുവൻ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്ഷീണം മാറിക്കുള്ളൂ. അതെനിക്ക് ക്ഷീണമുണ്ടെന്ന് ആര് പറഞ്ഞു? എനിക്കൊരു ക്ഷീണമില്ല. ഞങ്ങളുടെ ഓഫീസിലെ സത്യപാലനും ഇത് തന്നെയായിരുന്നു സ്വഭാവം. 1 ദിവസം രാവിലെ ചെറിയൊരു തലവേദന. സത്യപാലന്റെ ഭാര്യ പറഞ്ഞു 1 ദിവസം റെസ്റ്റ് എടുക്ക് എന്ന്. കേട്ടില്ല, നേരെ ഓഫീസിൽ വന്നു. ഓഫീസിൽ വന്നപ്പോഴേക്കും ചെറിയ പനി തുടങ്ങി. എന്നിട്ടും ആശുപത്രി പോയില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നല്ല വയറുവേദന. അപ്പോഴും സുമിത്ര പറഞ്ഞു 1 ആശുപത്രി പോവാന്ന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, തലേ ദിവസം കഴിച്ചെന്ന് ദഹിക്കാത്തോണ്ടാണ് എനിക്ക് വയറുവേദന എന്ന് പറഞ്ഞു. അന്നും പുള്ളി കോടതി വന്നു. ഉച്ചയായപ്പോഴേക്കും തീരെ വയ്യാതായി. സാധാരണ സാറ് ദേഷ്യപ്പെട്ടപ്പോ അവസാനം ആശുപത്രി പോയി. ചെന്നപ്പോഴെന്താ പ്രശ്നം? ടൈഫോയിഡ്. ഒരു തലവേദനയായിട്ട് തുടങ്ങിയതാണെന്ന് ആലോചിക്കണേ. ഇതുകൊണ്ടാണ് മോഹനേട്ട പറയുന്നത്, ഈ തലവേദനയും പനിയൊന്നും പലപ്പോഴും തലവേദന മാത്രമായിരിക്കില്ല, മറ്റ് അസുഖങ്ങളുടെയൊക്കെ സൂചന കൂടിയായിരിക്കും. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. ആശുപത്രി പോയാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ 1 ദിവസം ലീവ് എടുത്തെങ്കിലും ഒന്ന് വീട്ടിലിരിക്കേ. ഒരു തലവേദനയുടെ പേരിനോ? തലവേദന മാത്രമായിരുന്നു കുഴപ്പമില്ലല്ലോ. മോഹനേട്ടാ, വല്ലാത്ത കാലല്ലേ. എന്ത് അസുഖം എങ്ങനെയൊക്കെ വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. സൂക്ഷിക്കണ്ടേ? ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. ഇനി മോഹനേട്ടന്റെ ഇഷ്ടം. ടൈഫോയിഡോ? എനിക്കോ? ഈശ്വര,
വലിയ കുഴപ്പമൊന്നും വരുത്തല്ലേ. നമസ്കാരം സർ. ഞാൻ സാറിനെ കാണാനിരിക്കുകയായിരുന്നു. സാറ് സമയത്ത് സർട്ടിഫിക്കറ്റ് തന്നോണ്ട് എന്റെ ജോലി ശരിയായി. അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാം. അതിന് സൂണൻ പ്രത്യേകിച്ച് അതെന്ന് പറയണ്ട. ഞാൻ എന്റെ ജോലി ചെയ്തു, അത്രേ ഉള്ളൂ. സാറിന്റെ കണ്ണെന്താ നിറം മങ്ങിയിരിക്കുന്നത്? കണ്ണോ? ഏയ്, ഒരു ചെറിയ ജലദോഷം, അതിന്റെ ഉള്ളൂ. അതിന്റെ ആയിരിക്കണമെന്നില്ല സാറേ. പിന്നെ തെക്കേലെ അപ്പൂട്ടനും ഇങ്ങനെയായിരുന്നു തുടക്കം. ശ്രദ്ധിച്ചില്ല. അവസാനം മഞ്ഞപ്പിത്തം ആണെന്ന് അറിഞ്ഞപ്പോഴേക്കും വൈകി. മഞ്ഞപ്പിത്തോ? ഒരുപാട് പേർക്കുണ്ട് സാറേ. ഒന്ന് സൂക്ഷിക്കണം. കരള് പോയിട്ട് പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? കരള്, മഞ്ഞപ്പിത്തോ? എനിക്കോ? വെറുതെ മനുഷ്യന് സർ, സ്വയംപ്രഭ വിളിച്ചിരുന്നു. വരാൻ വൈകുമെന്ന് പറഞ്ഞു. വൈകോ? എന്തിന്? പ്രഭയുടെ ചെറിയച്ഛനെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുക. പ്രഭ എവിടെയുണ്ട്? ഉച്ച കഴിഞ്ഞേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരുടെയും വീട്ടുകാര്യങ്ങൾ കഴിഞ്ഞ് വരാനുള്ളതാണോ ഓഫീസ്? 10:30 കഴിഞ്ഞ് ഹാഫ് ഡേ ലീവ് മാർക്ക് ചെയ്യും. ഹാഫ് ഡേ ലീവ് എടുത്തോളാന്നാ പ്രഭ പറഞ്ഞത്. ശരി. ആ പഞ്ചായത്ത് ഓഫീസിലെ രഘുരാമന്റെ കൈവശമായ സർട്ടിഫിക്കറ്റ് കാര്യം എന്തായി? അതിപ്പോ എഴുത. ഇതുവരെ എഴുതിയില്ലേ? ഇതാണ് നിങ്ങളുടെ കുഴപ്പം. പഞ്ചായത്ത് ഓഫീസിലെ ഒരാൾക്ക് കൈവശമായ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അമാന്തം. നാളെ നമ്മുടെ ഒരു ആവശ്യമായി അവിടെ ചെല്ലുമ്പോ അവരിതുപോലെ തിരിച്ചെയ്യില്ലേ? സർട്ടിഫിക്കറ്റ് ഇന്ന് തന്നെ കൊടുക്കാം സർ. സർ, സാറിന്റെ മുഖത്തെന്താ നല്ല ക്ഷീണം? ക്ഷീണോ? ഒരു ക്ഷീണമില്ല. ഉണ്ട് സർ. സാറിന് പനിയുണ്ടോ? പനിയൊന്നുമില്ല, ചെറിയ തലവേദന, ജലദോഷം, അത്രേ ഉള്ളൂ. അത്രയൊക്കെ പോരെ? ഇപ്പോഴത്തെ പനിയും തലവേദനയൊക്കെ പ്രശ്നാ. പ്രഹ്ലാദൻ ചേട്ടന്റെ അനിയനെ ഇങ്ങനെ തലവേദനയായിട്ടായിരുന്നു തുടക്കം. അവസാനോ? അവനൊരു പ്രത്യേക ടൈപ്പാ. ആശുപത്രിക്കാർ കള്ളന്മാരാണ്, പറ്റിക്കുമെന്നൊക്കെ പറഞ്ഞ് മരുന്ന് കഴിക്കാതിരുന്നു. ഒടുവിൽ ബോധം കെട്ട് വീണപ്പോഴാ ആശുപത്രി കൊണ്ടുപോയത്. എന്നിട്ടെന്താ? എലിപ്പനിയായിരുന്നു. മരിച്ചു പോകേണ്ടതാ സാറേ. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പറഞ്ഞു വരുന്നത്? സാറിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് ആകെ ഒരു പേടി തോന്നുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. ശരി സാർ. എലിപ്പനിയോ? എനിക്ക് എലിപ്പനി വരും? എലിയ? ഹലോ പ്രഹ്ലാദൻ ചേട്ടാ, ഞാൻ കുറച്ച് തിരക്കില്ല. ഇന്ന് ശിശുപാലൻ ചേട്ടനും സ്വയംപ്രഭ ഇല്ല. അതുകൊണ്ട് മിക്കവാറും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വൈകും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മോനേഷ് സാറിന്റെ സ്വഭാവം ചേട്ടനെ അറിയാലോ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം. കാഞ്ചന സാറേ. ആ പ്രഭ വന്നോ? ഇതാണോ ഉച്ച കഴിയുമ്പോ വരാന്ന് പറഞ്ഞേ? മണി 3 ഒന്നും പറയണ്ട കാഞ്ചന സാറേ. ചെറിയച്ഛന് അസുഖം കുറച്ച് കൂടുതലാ. സ്വന്തക്കാര് മുഴുവൻ ആശുപത്രിയിലുണ്ട്. അങ്ങനെയുള്ളപ്പോ ഞാൻ മാത്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ എന്തു പറയും? മോഹനേഷ് സാർ എന്തു പറഞ്ഞു? എന്ത് പറയാൻ, രാവിലെ പ്രഭയില്ലെന്ന് അറിഞ്ഞപ്പോ ഒന്ന് ചൂടായി. പിന്നെ കാര്യം പറഞ്ഞപ്പോ തണുത്തു. അല്ല പ്രഭ എന്താ ഈ നേരത്ത് വന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാ. ഇവിടെ കയറി മോഹനേഷ് സാറിനോട് ഒന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഇല്ലെങ്കിൽ നാളെ രാവിലെ വരുമ്പോ സാറിന്റെ വായിരിക്കുന്ന ഞാൻ തന്നെ കേക്കണ്ടേ? സ്വയംപ്രഭേ,
ഇപ്പൊ സമയത്രായി? 3 മണി. ഈ നേരത്താണോ ഓഫീസിലേക്ക് വരുന്നത്? ഞാൻ ജോലിക്ക് വന്നല്ല സാർ. എൻ്റെ ചെറിയച്ഛൻ ആശുപത്രിയിലാ. ഞാൻ കാഞ്ചന സാറിനോട് വിളിച്ച് പറഞ്ഞിരുന്നു. കാഞ്ചന പറഞ്ഞു. ഇന്ന് വെളുപ്പിന് ഹോസ്പിറ്റലിൽ പോയതാ. ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. വീട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ കയറി സാറിനോടൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ശരി, ഇന്ന് മുടങ്ങിയ ജോലി കൂടി നാളെ ചെയ്യേണ്ടി വരും. അല്ല, ചെറിയച്ഛന് എന്തു പറ്റി? ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നു സാർ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു തലകറക്കം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയത്. സത്യം പറയാലോ സാറേ, ചെറിയ തലവേദനയും പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ഇന്ന് ഡോക്ടർ പറയുക അതൊക്കെ മറ്റു രോഗങ്ങളുടെ സൂചനയാണെന്ന്. അതുകൊണ്ട് തലവേദനയും പനിയും തുടർച്ചയായിട്ട് ജലദോഷമൊക്കെ വരുമ്പോൾ ഡോക്ടറെ കാണണമെന്ന്. ചെറിയച്ഛന് ശരിക്കും എന്താ പ്രശ്നം? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെറിയച്ഛനൊരു തലവേദന വന്നതാ. അതത്ര കാര്യമായിക്കില്ല. ചെറിയ പനിയും ജലദോഷവും നെഞ്ചിലെ നീർക്കൊട്ടും ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് പോയി. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴുത്തിൽ വേദന വന്നു. അപ്പോഴും കാര്യമാക്കിയില്ല. പിന്നെ നടുവേദന, അതും പ്രായത്തിന്റെ ആണെന്ന് കരുതി. ഇതിനിടയിൽ ചെറിയ ഓർമ്മക്കുറവുണ്ടായിരുന്നു. അതും കാര്യമാക്കിയില്ല. ഒടുവിൽ ഇന്ന് തലയിറങ്ങി വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോഴല്ലേ കാര്യം അറിയണത്. എന്താ കാര്യം? തലവേദന വന്നൊന്നും വെറുതെ അല്ല സാറേ, തലവേദന വരും. ചെറിയച്ഛന് ബ്രെയിൻ ട്യൂമറാ. രക്ഷപ്പെടാൻ പാടാണെന്നാ ഡോക്ടർമാർ പറയണത്. എന്തായാലും നാളത്തെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അറിയാം രക്ഷപ്പെടോ ഇല്ലയോ എന്ന്. അയ്യോ, വക്കീലേ, വക്കീലേ. നമസ്കാരം വക്കീലേ. ഇതെന്താണ് രണ്ടുപേരും കൂടി? ഏതെങ്കിലും സ്ഥലം അടക്കം പോയതാണോ? ഈ മഴക്കാലത്ത് ഇത് വേണ്ടെന്ന് ഞാൻ രാവിലെ കൂടെ പറഞ്ഞതാ മോഹനോട്. അതല്ല വക്കീലേ, സാറ് വരുന്ന വഴിയേ ആ പോസ്റ്റ് ഓഫീസിന്റെ വളവിൽ വെച്ച് ആ കാല് വഴുതി ഒന്ന് വീണു. അങ്ങനെ ബഹളം വെക്കാൻ വേണ്ടിട്ടൊന്നും ഇല്ല. ഒരാള് കാല് വഴുതി വീഴുന്ന വലിയ സംഭവമാണ്. ഇതൊരു ചെറിയ മുറിവേ ഉള്ളൂ. ഞങ്ങൾ ആശുപത്രി പോയി ഡോക്ടറിനെയും കണ്ട് മരുന്ന് വാങ്ങിച്ചോണ്ടാണേ വരുന്നത്. എന്നോട് കൂടെ വരല്ലേ വരല്ലേന്ന് സാർ പല പ്രാവശ്യവും പറഞ്ഞു. പക്ഷെ സാറിനെ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് കരുതി ഞാൻ ഇങ്ങ് കൂടെ വന്നു, അത്രേ ഉള്ളൂ. ചായ കുടിച്ചോളാൻ വയ്യ. രക്ഷപ്പെട്ടു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ വക്കീലേ. ഉത്തമ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇതെന്താണ് സംഭവം? ഞാൻ ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ. എന്താ? സാറ് വരുന്ന വഴിയിൽ കാല് തെറ്റി ഒന്ന് വീണു. ഓ, എങ്ങനെ വിടാതിരിക്കൂ? അയ്യോ, ആ പോസ്റ്റ് ഓഫീസിന്റെ അവിടത്തേക്ക് റോഡ് മൊത്തം ഇളവി കിടക്കല്ലേ, മെറ്റലെല്ലാം. ആരായിരുന്നാലും വീഴൂ. ആ നമ്പർ ഉത്തമന്റെ കയ്യിൽ വെച്ചാ മതി. റോഡരികിലും തെന്നി വീണതിന്റെ പേരിൽ മോഹനേട്ടൻ ആശുപത്രി പോയെന്നും മരുന്ന് വാങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ നാട്ടുകാർ വിശ്വസിക്കും. പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. സത്യം പറയാൻ എന്താ കാര്യം? ആരെങ്കിലും തല്ലിയതാണോ? തല്ലാനോ? അത് മോഹനേട്ടൻ സാറിന്. പിന്നെന്താ, ആരെങ്കിലും കല്ല് പെറുക്കി എറിഞ്ഞോ? വക്കീൽ ഇതെന്തോ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതാണ് സത്യം. അത് സത്യമേ അല്ല. ഉത്തമനെ മോഹനേട്ടൻ കൂടെ കൊണ്ടുവന്നത് തന്നെ ഈ കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. മോഹനേട്ടൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിക്കുന്നത് മോഹനേട്ടൻ അറിയാലോ. കള്ളം പറയാനോ? എന്തിന്? ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. എന്താണ് സംഭവം? ഒന്നുമില്ല. പിന്നെ സാറിന് രാവിലെ ഒരു ചെറിയ ജലദോഷ തലവേദന ഉണ്ടായിരുന്നല്ലോ. വക്കീൽ തന്നെ രാവിലെ പറഞ്ഞല്ലോ ഇപ്പോഴത്തെ തലവേദന സൂക്ഷിക്കണം. വക്കീലിന്റെ പരിചയത്തിൽ തന്നെ ആർക്കോ തലവേദനയും വയറുവേദനയും വന്ന് അത് ടൈഫോയിഡ് ആയി എന്നൊക്കെ. അതുകൊണ്ട് ഇവിടെ നിന്ന് സാർ ഇറങ്ങിയപ്പോ മുതൽ വഴി കണ്ട ആളുകളൊക്കെ അങ്ങനെ എന്തൊക്കെയോ രോഗങ്ങളുടെ പേര് പറഞ്ഞുണ്ടാക്കി. ഒടുവിൽ സ്വയംപ്രഭ സാറ് സംഭവം ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞതോടെ സാറിന്റെ സകല ധൈര്യവും ചോർന്നുപോയി. ആള് ബോധം കെട്ട് ദാ കിടക്കുന്നു തറയില് പരസ്പരോ എന്ന് പറഞ്ഞോണ്ട്. എന്നിട്ടെന്താണ്?
പ്രഭ സാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ പാഞ്ഞ വില്ലേജ് ഓഫീസിൽ ചെന്നു. എന്നിട്ട് സാറിന് ആശുപത്രി കൊണ്ടുപോയി. പക്ഷെ ഞാൻ ചെല്ലുന്നതിന് മുമ്പേ സാറിന് ബോധമൊക്കെ തെളിഞ്ഞു. പിന്നെ ഡോക്ടറിന്റെ മരുന്ന് വാങ്ങി ഞങ്ങളിതാ തിരിച്ചു പോരുകയും ചെയ്തു. ഡോക്ടർ എന്താ പറഞ്ഞത്? ദാണ്ട ഇതില് 3 കൂട്ടം ഗുളിയുണ്ട്. ഒന്ന് രാത്രിയിൽ നല്ല ഉറക്കത്തിന്, ഇത് മുറിവുണങ്ങാൻ, ഇത് വേദനയ്ക്കുള്ളത്. സാറിന് വേറെ ഒരു കുഴപ്പമില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. പിന്നെ വക്കീലെ, ഞാൻ ഈ പറഞ്ഞതൊക്കെ വക്കീല് സാറിനോട് പറഞ്ഞ ഈ നൂറ്റാണ്ടിൽ എനിക്ക് വില്ലേജ് ഓഫീസിൽ കയറാനേ പറ്റൂല. ഉപദ്രവിക്കരുത്. സത്യമാണ് എല്ലാം പറഞ്ഞത്. വരട്ടെ. ഉത്തമ പോയോ? പോയി. എന്ത് പറഞ്ഞു? പറഞ്ഞെന്താന്ന് മോഹനോട് കേട്ടില്ലേ? മോഹനയുടെ ഓഫീസിൽ നിന്ന് വരുന്ന വഴി പോസ്റ്റ് ഓഫീസിന്റെ അവിടെ ഒന്ന് കാലി വഴുതി വീണെന്ന്, അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ ഇനി ഇത് വരുമ്പോ ഞാൻ വളരെ വളരെ സൂക്ഷിച്ചു വരുള്ളൂ. ആ, അതെന്തായാലും വേണ്ടതാ. ഇനി ഇതുപോലെ വീണാലോ. പക്ഷേ മോഹനയുടെ ആശുപത്രി പോയി എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനുഷ്യ ശരീരത്തിന് ഭയങ്കര പ്രതിരോധ ശേഷിയാണെന്ന് രാവിലെ മോഹനോട് പറഞ്ഞതല്ലേ? മോഹനേട്ടനാണെങ്കിൽ ഒരു ദുശീലവും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര പ്രതിരോധ ശേഷി ആയിരിക്കുമല്ലോ. ഈ പോകണ്ട ഞാൻ കരുതിയതാ. പക്ഷെ ഉത്തമനെ ഒരുപാട് നിർബന്ധിച്ചു. എന്തായാലും പോയത് നന്നായി. അതുകൊണ്ട് എല്ലാ അസുഖത്തിനും മരുന്ന് കിട്ടിയല്ലോ. ഇത് ഞാൻ രാവിലെ പറഞ്ഞ ടൈഫോയിഡിനുള്ളത്. പിന്നെ ഇത് വഴി കണ്ട ഓരോരുത്തർ പറഞ്ഞ ഓരോരോ അസുഖത്തിനുള്ളത്. പിന്നെ ഇതെവിടെ പോയി? ഇത് സ്വയംപ്രഭ പറഞ്ഞ ബ്രെയിൻ ട്യൂമറിനുള്ളത്. ഉത്തമനെല്ലാം പറഞ്ഞു. മോഹനേട്ടാ, ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേക്കും അതിങ്ങനെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ശരീരത്തിന് ഭയങ്കര പ്രതിരോധ ശേഷിയാണെന്ന് പറഞ്ഞതല്ലേ? അതിന്റെ പകുതി ശേഷി മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു. ഉത്തമൻ പറഞ്ഞത് കേട്ട് ഞാൻ ചൂളിപ്പോയി. ഉത്തമൻ വലിയ വിശേഷമൊന്നും പറയണ്ട. ജലദോഷം മൂത്ത് ന്യൂമോണിയ ആവുമെന്ന് ഉത്തമനാ പറഞ്ഞത്. ഇതിനിടയ്ക്ക് ന്യൂമോണിയ ഉണ്ടായിരുന്നു. അതിനിപ്പോ ഇതിനകത്ത് ഏത് മരുന്നാ കഴിക്കുക? കളിയാക്കണ്ട. കളിയാക്കിയതല്ല. എന്റെ മോഹനേട്ടൻ ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. വേദന ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ മാറി. ഗുളിക കഴിക്കുന്നതിന് മുന്നേ മാറിയോ? നിന്റെ അടുത്തൊരു മാറുമല്ലോ. പക്ഷെ ഉത്തമനെ ആവശ്യമുണ്ട്. ഇവിടെ വന്ന് കള്ളം പറഞ്ഞ് നിന്നെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞിട്ടാ വന്നത്. അല്ല, കള്ളല്ല. സാരമില്ല, തുടണ്ട. ഒരു തലവേദന ഇത്രത്തോളം വളച്ചു കെട്ടി വഷളാക്കാമെന്ന് ആരും കരുതിയിട്ടുണ്ടാവില്ല. മനുഷ്യന്റെ ഭാവന ഇങ്ങനെയൊക്കെയാണ്. എന്തായാലും പ്രാണഭയത്തിൽ ബോധം പോയ വില്ലേജ് ഓഫീസറോട് ആത്മാർത്ഥമായി സഹതപിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.